ഹലോ ബ്യൂട്ടിഫുൾ സോൾസ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജിയാണ്. അതോടൊപ്പം ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് വന്നിട്ടുള്ളത് എന്നാണ്. അപ്പോൾ ഈ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ വാട്സാപ്പ് വഴി കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ഒരു ടൈംലെസ് റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ഒരു ജെൻഡർലെസ് റീഡിങ്ങും ആണ്. ടൈംലെസ് റീഡിംഗ് ആയതുകൊണ്ട് നിങ്ങളിത് എപ്പോഴാണോ കാണുന്നത് അപ്പോൾ മുതലാണ് വാലിഡ് ആവുക. ഇത് നിങ്ങളുടെ എനർജിയായിട്ട് മാച്ച് ചെയ്താൽ മാത്രം ഇത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. അതല്ലെങ്കിൽ നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞ് റിലീസ് ചെയ്യുക. അപ്പോൾ എല്ലാവരും മൈൻഡൊക്കെ വളരെ കാം ആൻഡ് ക്വയറ്റ് ആൻഡ് റിലാക്സ്ഡ് ആയിട്ടിരിക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന എനർജി വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും, നിങ്ങൾ തമ്മിൽ ഒരു ചെറിയൊരു ഡിസ്റ്റൻസിൽ അല്ലെങ്കിൽ സംസാരിക്കുന്നൊന്നുമില്ല, അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് എനർജിയാണ് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പേഴ്സൻ്റെ എനർജി വെച്ചിട്ട് ഈ ഒരു വ്യക്തിക്ക് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ലൈഫിൽ ഒരുപാട് ചേഞ്ചസുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് ആണ്. ഇത്രയും നാളും ഈ ഒരു വ്യക്തിയുടെ മനസ്സിൽ ഒരുപാട് മെൻ്റൽ സ്ട്രെസ് ഉണ്ടായിരുന്നു. പിന്നെ പാസ്റ്റിലുണ്ടായിരുന്ന പാസ്റ്റ് ട്രോമാസും അതുപോലെ തന്നെ അയാളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ഓരോ കാര്യങ്ങളും ഒക്കെ കൊണ്ട് അയാൾ വളരെയധികം വിഷമിച്ചിരിക്കുകയൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷനിൽ, ഇപ്പോഴത്തെ ഈ ഒരു എനർജിയിൽ നമുക്ക് പറയാൻ പറ്റും അയാളുടെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ട്. അയാളിപ്പോൾ സ്ലോ ആയിട്ട് അയാളുടെ സ്ട്രെസ്സും അതുപോലെയുള്ള പഴയ വേദനകളും ഒക്കെ അയാളിപ്പോൾ മറന്നുകൊണ്ടിരിക്കുകയാണ്. അതല്ലെങ്കിൽ അതിനെ അയാൾ ഹീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം ഹീൽ ചെയ്ത് അയാളുടെ ലൈഫിൽ പുതിയൊരു ഡിസിഷൻ മേക്കിംഗ് ടൈമാണ്. അപ്പോൾ ഇതെല്ലാം ഹീൽ ചെയ്ത് അയാളുടെ ആ ഒരു ലൈഫിൽ അയാൾ ആഗ്രഹിക്കുന്ന ആ ഒരു തരത്തിലേക്ക് പോകാൻ അയാൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ തമ്മിലിപ്പോൾ ഒരു ഡിസ്റ്റൻസിലാണ്, നിങ്ങൾ നോ കോണ്ടാക്റ്റ് ഒക്കെ ആയിരിക്കാം. അപ്പോൾ നിങ്ങൾ സംസാരിക്കുകയൊന്നും ഇല്ലെങ്കിൽ തന്നെയും നിങ്ങളുടെ എനർജി അവർക്ക് എപ്പോഴും കണക്റ്റ് ആയിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ടെലിപ്പതി കണക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് അയാളുടെ ഫീലിങ്സും ഇമോഷൻസും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ബിക്കോസ് നിങ്ങൾ നേരിട്ട് നിങ്ങൾ കാണുന്നെങ്കിലും നിങ്ങളുടെ സോൾ ലെവലിൽ നിങ്ങൾ നല്ലതുപോലെ കണക്ഷൻ വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് രണ്ടുപേർക്കും നല്ലതുപോലെ അറിയാവുന്നതാണ്. പിന്നെ അതുപോലെ ഈ ഒരു വ്യക്തി ശരിക്കും പറഞ്ഞാൽ അയാളുടെ ഉള്ളിൽ ഹീലിംഗ് നല്ലപോലെ ഇതുവരെ നടന്നിട്ടില്ലായിരുന്നു. വെളിയിലൊക്കെ തന്നെയാണെങ്കിൽ നോർമലായിട്ട് സംസാരിക്കുക എടുക്കുകയൊക്കെ ചെയ്യും, എനിക്ക് പ്രോബ്ലം ഇല്ല എന്ന രീതിയിലൊക്കെ സംസാരിച്ചാലും അയാളുടെ ഉള്ളിൽ ശരിക്കും പറഞ്ഞാൽ അയാൾ ഒരുപാട് വേദനിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇൻറ്റേർണലി അയാളുടെ ഉള്ളിലുള്ള എല്ലാ കാര്യങ്ങളും, എല്ലാ ട്രോമാസും എല്ലാം അയാൾ തന്നെ ഹീൽ ചെയ്യണം, എല്ലാം നല്ല രീതിയിലാകണം എന്നോർത്തുള്ള ഇപ്പോൾ ഒരു ഹീലിംഗ് സ്റ്റേജാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എനർജി കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടൊക്കെ അയാൾക്ക് കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ അവർക്ക് നിങ്ങളോട് ഇഷ്ടമില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് ശരിക്കും അത് തെറ്റായിട്ടുള്ള കാര്യം തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ ഇഷ്ടമില്ല എങ്കിൽ പിന്നെ എന്തിനാണ് അവർ നിങ്ങളുടെ കാര്യങ്ങൾ ഓർക്കുകയും അതുപോലെ തന്നെ നിങ്ങൾ കൂടെ ഇല്ല എന്നോർത്ത് ഒരുപാട് വിഷമിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത്. പിന്നെ അയാൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും മാറി വേറെ ലൈഫൊക്കെ ചൂസ് ചെയ്യാം, അതല്ലെങ്കിൽ വേറെ രീതിയിലോട്ടൊക്കെ പോകാം എന്നൊക്കെ വിചാരിച്ചാലും അയാൾക്ക് ഇതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ പറ്റുന്നില്ല. ഈ ഒരു ബോണ്ട് വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങൾക്കും തോന്നുന്നുണ്ട്, അതുപോലെ തന്നെ അവർക്കും തോന്നുന്നുണ്ട്. സോ ഈ ഒരു വ്യക്തിക്ക് സ്നേഹം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇഷ്ടമുണ്ട്. നിങ്ങളോട് വളരെ ഡെപ്തിൽ തന്നെ ആ ഒരു പേഴ്സണ് ഇഷ്ടമുണ്ട്. മേ ബി ഇതൊരു ഹയർ ലെവൽ ഓഫ് സോൾ കണക്ഷൻ ഉള്ള ഒരു ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും രീതിയിലും സംസാരിക്കുന്നില്ല എങ്കിൽ കൂടെ തന്നെ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഫീലിങ്സും കാര്യങ്ങളും ഒക്കെ മനസ്സിലാവുന്നത്. ശരിക്കും പറഞ്ഞാൽ അവർക്ക് നിങ്ങളെ വളരെയധികം ഇഷ്ടവും സ്നേഹവും ഒക്കെ തന്നെയുണ്ട്. അതുകൊണ്ട് അവരുടെ മനസ്സ് വേദനിക്കുന്നുണ്ട്. കാര്യം എന്ന് വെച്ചാൽ അവർക്കുള്ളിൽ പേടിയുണ്ട്, ഇതൊരു ലോങ് ടേം റിലേഷൻഷിപ്പ് അതല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലൊപ്പം നിങ്ങളെ കൂട്ടാൻ പറ്റുമോ എന്നൊക്കെ ഒരു പേടി ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ നല്ലതുപോലെ ഉണ്ട്. അപ്പോൾ അത് ഒക്കെ ഒരു സംശയമായിട്ട് നിൽക്കുന്നുണ്ട് അയാളുടെ ലൈഫിൽ. അപ്പോൾ അതൊക്കെ ഈ ഒരു റിലേഷൻഷിപ്പിനെ ഒരുപാട് ബാധിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പിന്നെ അവരുടെ ലൈഫിൽ ഉണ്ടാകുന്ന കാര്യം വെച്ചാൽ ഒരുപാട് ഫാമിലി ഇഷ്യൂസ് ഉണ്ട്. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ പ്രഷർ നല്ലതുപോലെ ഉണ്ട് ആ ഒരു പേഴ്സണ്. പിന്നെ കരിയർ ഒന്നും കറക്റ്റായിട്ടൊന്നുമല്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം അവർക്ക് നല്ല രീതിയിൽ വരണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഇതൊന്നും പ്രോപ്പറായിട്ട് ചെയ്യാതെ എടുക്കാതെയൊക്കെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഞാൻ ഇങ്ങനെയൊക്കെ ഒരു കമ്മിറ്റ്മെൻറ്റ് തരിക, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു വാക്ക് തരിക എന്നൊക്കെ ഓർത്ത് ആ ഒരു വ്യക്തിക്ക് വളരെയധികം പേടിയുണ്ട്. പറഞ്ഞാൽ നിങ്ങളോട് ഒരു കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾക്ക് അയാൾ തരാത്തതിന് കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു റീസൺസ് ഒക്കെ കൊണ്ട് തന്നെയാണ്. അപ്പോൾ അത് അയാളുടെ ഉള്ളിൽ ഭയങ്കര വലിയൊരു പേടിയാണ്. കാരണം ഇതൊന്നും പ്രോപ്പറായിട്ടല്ല അയാളുടെ ലൈഫിലുള്ളത്. അപ്പോൾ
അപ്പോൾ ഇതൊന്നും പ്രോപ്പറായിട്ട് അല്ലാത്തത് കൊണ്ട് നിങ്ങളുടെ അയാളുടെ ലൈഫിലോട്ട് ക്ഷണിക്കുമ്പോൾ അയാൾക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റി വേറെയും കുറേ കാര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അതായത് നിങ്ങളുടെ കാര്യങ്ങൾ നോക്കണം, പിന്നെ അതായത് ഒരുപാട് അയാൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ളൊരു ജീവിതം നിങ്ങൾക്ക് തരാൻ പറ്റുന്നില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വിഷമവും പേടിയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെയാണ് അയാൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ അത്രയ്ക്ക് കമ്മിറ്റഡ് ആവാത്തത്. അതുപോലെ തന്നെ അയാൾക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരാളാണ്. കാര്യം എന്ന് വെച്ചാൽ ചിലപ്പോൾ ഫാമിലിയിൽ ചിലപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അയാളെ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ടായിരിക്കും. അതല്ലാതെ ഫാമിലിയിൽ കടങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പാരൻസ് വരുത്തി വെച്ചത്, അതല്ലെങ്കിൽ അങ്ങനെ അതായത് ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് പ്രഷർ അയാൾക്കുണ്ട്. അപ്പോൾ അതൊക്കെ ഉള്ളതൊക്കെ കൊണ്ട് തന്നെ നിങ്ങളെ കൊണ്ടുവന്നാൽ അല്ലെങ്കിൽ നിങ്ങളായിട്ടൊരു റിലേഷൻഷിപ്പ് പോയി കഴിഞ്ഞാൽ എങ്ങനെയാവും, അതൊക്കെ ചിലപ്പോൾ എല്ലാം കൂടെ വന്നു കഴിയുമ്പോൾ എല്ലാം എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അവരുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ എനിക്ക് പ്രോപ്പറായിട്ടുള്ള രീതിയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കില്ല, നിങ്ങളെ കൂടെ ഇതിൻ്റെ അകത്ത് കൊണ്ടുവന്ന് വിഷമിക്കേണ്ടി വരും എന്നൊക്കെ ഓർത്ത് അയാൾക്ക് ഭയങ്കരമായിട്ടും ഒരു പേടിയുണ്ട്. അപ്പോൾ നമുക്കിവിടെ പറയാൻ പറ്റുമെന്ന് വെച്ചാൽ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ അകത്ത് നിങ്ങളെ യൂണിവേഴ്സിൻ്റെ എനർജി നല്ലതുപോലെ ഉള്ളത് കൊണ്ട് തന്നെ യൂണിവേഴ്സൽ സപ്പോർട്ടും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു ടൈം പീരീഡൊക്കെ നിങ്ങൾ ഓവർകം ചെയ്ത് വരും. അയാളുടെ ആ ഒരു സിറ്റുവേഷനൊക്കെ ഓവർകം ചെയ്ത് വരുമെന്നാണ് നമ്മളോട് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന ഇപ്പോഴത്തെ ഒരു ഡിലേയും അതുപോലെ തന്നെ ചെറിയ ചെറിയ വഴക്കും പിണക്കങ്ങളും നിങ്ങൾ സെപ്പറേറ്റഡ് ആയിട്ടുള്ള ആ ഒരു ടൈമും ഒക്കെ ഇപ്പോഴത്തേക്ക് മാത്രമാണ്, അതൊരു ലോങ് ടേം ആയിട്ടുള്ളൊരു കാര്യമല്ല. അപ്പോൾ ആ ഒരു ബ്ലോക്കൊക്കെ നിങ്ങൾ മാറി നിങ്ങൾ രണ്ടുപേരും നല്ല രീതിയിൽ ഓട്ട് വരുമെന്നാണ് നമ്മളോട് ഇപ്പോൾ ഈ യൂണിവേഴ്സ് കാർഡ്സിലൂടെ പറയുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ പറയാൻ പറ്റും ഈ ഒരു പേഴ്സൺ ശരിക്കും പറഞ്ഞിട്ട് ഭയങ്കര ഒരു ട്രിക്കി ആയിട്ടുള്ളൊരു ഒരാളാണ്. അതല്ലെങ്കിൽ അയാൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ അതായത് പറ്റിക്കുന്ന തരത്തിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ അയാൾ ചെയ്യുന്നുണ്ട്. അതായത് നെഗറ്റീവ് രീതിയിലല്ല, അയാളുടെ ഇമോഷൻസും ഒക്കെ അയാൾ ഹൈഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ അയാൾക്ക് നിങ്ങളോട് ഭയങ്കരമായിട്ട് സീക്രട്ട് ആയിട്ടുള്ളൊരു ഫീലിങ്സും അതുപോലെ തന്നെ നിങ്ങളെ അയാൾ ഒരുപാട് എന്താ പറയുക അംഗീകരിക്കുക അതുപോലെ ആഗ്രഹിക്കുകയൊക്കെ ചെയ്യുന്നൊരു പേഴ്സണാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തി ശരിക്കും പറഞ്ഞാൽ നിങ്ങളോട് അയാൾക്ക് ഉള്ള ആ ഒരു എത്രത്തോളം ഡെപ്തിലാണ് അയാൾക്ക് നിങ്ങളോട് സ്നേഹമുള്ളത് അതിൻ്റെ ഒരു പകുതി പോലും അയാൾ എക്സ്പ്രസ് ചെയ്തിട്ടുമില്ല, പറഞ്ഞിട്ടുമില്ല. അപ്പോൾ അയാളുടെ ഉള്ളിൽ വളരെ ഡീപ്പായിട്ടുള്ള ഒരു ഇഷ്ടം നിങ്ങളോടുണ്ട് എന്നാണ് നമ്മളോടിപ്പോൾ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. അത് അയാൾ ഒരിക്കൽ പോലും നിങ്ങളോട് പറഞ്ഞിട്ടില്ല. അയാൾ വളരെ സൈലൻ്റായി ആയിട്ടാണ് അയാൾ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നത്. അയാൾ ചിലപ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ഇഷ്ടങ്ങളൊക്കെ പറയുമ്പോഴും അയാളുടെ ഫീലിങ്സ് നിങ്ങളോടുള്ള ഫീലിങ്സ് എപ്പോഴും മറച്ചു വെക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അത് അയാൾ വളരെ സൈലൻ്റായിട്ട് നിങ്ങളെ സ്നേഹിക്കും, നിങ്ങൾ സംസാരിക്കുമ്പോൾ അതൊക്കെ അയാൾ ആസ്വദിക്കുന്നുണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതുപോലെ തന്നെ ആ ഒരു പേഴ്സണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങളോട് വളരെയധികം ആ ഒരു വ്യക്തിക്ക് നിങ്ങളോട് വളരെ നല്ലതുപോലെ ഒരു അറ്റാച്ച്മെൻറ്റും കാര്യങ്ങളും ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ അയാൾ നല്ലതുപോലെ നിങ്ങളിലേക്ക് എന്താ പറയുക അട്രാക്റ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങളെ വിട്ടുപോകാൻ അവർക്ക് ഒരിക്കലും സാധിക്കത്തില്ല, അവരുടെ മനസ്സ് അതിനൊരിക്കലും അനുവദിക്കത്തില്ല. അവരത് ഓപ്പണായിട്ട് നിങ്ങളോട് പറയാത്തത് അവർക്ക് ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക അത് നിങ്ങളോട് പറയാതെന്ന് വെച്ചാൽ അവരുടെ പേടി കൊണ്ടാണ്. അവർക്ക് തന്നെ നല്ലതുപോലെ അറിയാം അവർ ശരിക്കും നിങ്ങളിലോട്ടാണ് അവരുടെ മനസ്സും എല്ലാം തന്നിരിക്കുന്നത്. അല്ല അവർക്ക് നിങ്ങളെ വിട്ടു പോകാനും നിങ്ങളെ എന്താ പറയുക നിങ്ങളെ നഷ്ടപ്പെടുത്താൻ അവർ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. എന്നാലും അവർക്ക് എന്തൊക്കെയോ ഒരു എന്താ പറയുക ഇൻസെക്യൂരിറ്റിയും അതുപോലെ തന്നെ ഒരു പേടിയും ഉള്ളതൊക്കെ കൊണ്ട് അവർ നിങ്ങളോട് ഇത് ഓപ്പണായിട്ട് സംസാരിക്കാത്തത്. അതൊക്കെ കൊണ്ട് തന്നെയാണ് അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഉള്ളിൽ സംശയമുള്ളത്. ഇതിപ്പോൾ ഞാൻ പറഞ്ഞാൽ എന്താവും, അല്ലെങ്കിൽ എൻ്റെ ഫാമിലി അതല്ലെങ്കിൽ എനിക്ക് വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ അയാളുടെ ലൈഫിലുണ്ടല്ലോ ചെയ്ത് തീർക്കാനും എടുക്കാനുള്ള, അപ്പോൾ അതൊക്കെ എന്താകും, അതിലോട്ടൊക്കെ കൊണ്ടുവന്നാൽ നിങ്ങളുടെ ലൈഫ് എന്താകും എന്നൊക്കെ ഓർത്ത് ഡൗട്ടും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് അയാൾ നിങ്ങളോടൊട്ടും ഓപ്പൺ ആവാത്തത്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സ്പിരിച്വൽ കണക്ഷൻ ആണ്. ഇത് നല്ല ഹയർ ലെവൽ സോൾമേറ്റ്സും കാര്യങ്ങളൊക്കെയാണ്. നിങ്ങൾ ഭയങ്കരമായിട്ട് സോൾ ലെവലിൽ നിങ്ങൾ നല്ലതുപോലെ കണക്റ്റഡ് ആണ്. അപ്പോൾ നിങ്ങളുടെ വ്യക്തിയും നിങ്ങളും തമ്മിൽ ഒരു ടെലിപതി കണക്ഷൻ ഉണ്ട്. അപ്പോൾ ശരിക്കും ചില സമയത്ത് നിങ്ങൾക്ക് സഡനായിട്ട് അവരുടെ ഫീലിങ്സും അവരെ ഫീൽ ചെയ്യാൻ പറ്റും. അവരുടെ പ്രസൻസ് നിങ്ങളിപ്പോൾ നിൽക്കുവാണെങ്കിൽ നിങ്ങളുടെ ബാക്കിൽ നിങ്ങൾക്ക് അവരുടെ ആ ഒരു പ്രസൻസ് ഫീൽ ചെയ്യും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് അതല്ലെങ്കിൽ നിങ്ങൾ അവരെ പറ്റി ആലോചിക്കാം. അതല്ലെങ്കിൽ അവരുടെ സങ്കടം പെട്ടെന്ന് നിങ്ങൾക്ക് സങ്കടവും കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഓവറായിട്ട് ഹാപ്പി ഒന്നും നിങ്ങൾക്ക് ഉണ്ടാവില്ല. പക്ഷെ പെട്ടെന്ന് നിങ്ങൾക്ക് വളരെയധികം സന്തോഷം അതല്ലെങ്കിൽ വളരെയധികം സങ്കടമൊക്കെ തോന്നുന്ന ചില സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ അവരുടെ എനർജി നിങ്ങളിലേക്ക് വരുന്നതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ തമ്മിൽ അത്രയും നല്ല രീതിയിലൊരു ബോണ്ടാണ് ഇവിടെ ഉള്ളത് സോൾ ലെവലിൽ.
എന്നാൽ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഈ ഒരു എനർജി വെച്ച് യൂണിവേഴ്സ് പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ വിശ്വസിക്കുക. കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഓൾറെഡി അവരെ ഫീൽ ചെയ്യുന്നുണ്ട്, അവർ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്നും നിങ്ങൾക്കറിയാം. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ഇൻറ്റ്യൂഷന് മാത്രം ഫോക്കസ് ചെയ്യാനാണ് നമ്മളോട് യൂണിവേഴ്സ് പറയുന്നത്. പിന്നെ നിങ്ങൾ ഫോളോ ചെയ്യുക. നിങ്ങൾക്കറിയാം അവർ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, നിങ്ങളോട് എത്രത്തോളം ഡെപ്തിലാണ് അവർക്ക് ഇഷ്ടമുള്ളത്, അവരെന്താണ് മാറി നിൽക്കുന്നത് എല്ലാം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അത് തന്നെയാണ് സത്യം എന്നാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. അപ്പം അതിനെ നിങ്ങൾ വിശ്വസിക്കുകയാണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ശരിക്കും പറഞ്ഞാൽ യൂണിവേഴ്സിൻ്റെ ഒരു ബ്ലെസ്സിങ്ങും കാര്യങ്ങളും ഒക്കെ ഡിവൈൻ ബ്ലെസ്സിങ് ഉണ്ട്. അപ്പോൾ ഒരു പുതിയൊരു തുടക്കം അതല്ലെങ്കിൽ പുതിയൊരു ചാപ്റ്റർ റീഓപ്പൺ ചെയ്യാനുള്ള ഒരു ചാൻസസ് ഒരുപാടുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ. ശരിക്കും പറഞ്ഞാൽ ഇതൊരു പ്യുവർ ലവ് ആണ്. നിങ്ങൾക്ക് ഒരുപാട് അതായത് നിങ്ങളുടെ രണ്ടുപേരുടെയും സ്നേഹം ഒരു കപ്പ് കഴിഞ്ഞ് അത് വെള്ളം ഓവർഫ്ലോ ചെയ്യുന്ന രീതിയിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അത്രയ്ക്ക് ഡെപ്തിൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ട്. അത് നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും എല്ലാ ആത്മാവിനും ഒക്കെ നിങ്ങൾക്ക് നല്ലതുപോലെ അറിയാവുന്നതാണ്. അപ്പോൾ അത്രയ്ക്ക് പവർഫുൾ ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പാണ്. അപ്പോൾ ഈ ഒരു വ്യക്തി ശരിക്കും പറഞ്ഞാൽ നിങ്ങളിൽ നിന്ന് ഡിസ്റ്റൻസ് ആയിട്ടിരിക്കുന്നതും മിണ്ടാത്തതും നിങ്ങൾക്കറിയാം. അയാൾ എന്താണ് സ്നേഹം ഇത്രയും ഉണ്ടായിട്ടും എന്താണ് എൻ്റെ അടുത്തോട്ട് വരാതെ, അല്ലെങ്കിൽ എന്നോട് എന്താണ് ഇങ്ങനെയൊക്കെ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻസ് വെച്ച് മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ ഒരു പേഴ്സൺ ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ തിരിച്ച് വിളിക്കും, നിങ്ങളോട് സംസാരിക്കും, പുതിയൊരു ചാപ്റ്റർ തന്നെ നിങ്ങളുടെ ലൈഫിൽ റീ ഓപ്പൺ ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു എനർജിയാണ് നമുക്കിപ്പോൾ ഇവിടെ യൂണിവേഴ്സ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് എന്താണ് തരാൻ ആഗ്രഹിക്കുന്നത്, അതായത് നിങ്ങൾക്ക് ഈ ഒരു ഇഷ്ടം അതേപോലെ തന്നെ ആ ഒരു പേഴ്സൺ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ വരണമെന്ന് ആഗ്രഹമുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടി യൂണിവേഴ്സ് തരുമെന്നാണ് പറയുന്നത്. അത് എത്രയൊക്കെ ഡിലേ വന്നാലും എന്തൊക്കെ പ്രോബ്ലംസ് എന്തൊക്കെ സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നാലും അത് നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണെങ്കിൽ അത് നിങ്ങളോട് അടുത്തോട്ട് തന്നെ ആ ഒരു വ്യക്തി വരുമെന്നാണ് നമ്മളോട് ഇവിടെ ഈ ഒരു എനർജി റീഡിങ്ങിൽ നിന്നും യൂണിവേഴ്സ് പറയുന്നത്. അത് കറക്റ്റ് അതിൻ്റെ ആ ഒരു ഡിവൈൻ ടൈമിങ്ങിൽ തന്നെ വരും. അത് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഈ ഒരു പ്രോസസ്സിനെ വിശ്വസിക്കുക, നെഗറ്റീവ്സ് ഒന്നും അടിക്കാതെ നിങ്ങൾ യൂണിവേഴ്സിൽ വിശ്വസിച്ച് നിങ്ങൾ ഫ്രണ്ടിലോട്ട് പോകണമെന്നാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന റീഡിങ്ങിൽ പറയാനുള്ളത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ റീഡിങ് ഇവിടെ തീർന്നിരിക്കുന്നു. താങ്ക് യു മൈ സോൾ ഫാമിലി.